ഗുഡ് മോർണിംഗ് ടു എവറിബഡി. ആ ജോഷില്ല ഒരു പട്ടാളക്കാരൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ബൗൺസിങ്ങിൽ വരണം. ഗുഡ് മോർണിംഗ് ടു എവറിബഡി. യെസ്, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് തിങ്സ്. എനിവേ, ലെറ്റ്സ് സ്റ്റാർട്ട് ഓൺ ദിസ് പോയിന്റ്. പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യനെ കാണുന്ന സമയത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ചിലപ്പം അയാളുടെ മുഖം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പം നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടില്ല. ദ വേ ഹി ടോക്സ് വി വോണ്ട് ബി ലൈക്കിങ് ഇറ്റ്. അത് പലപ്പോഴും നടക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഈ മനുഷ്യനെക്കുറിച്ച് അറിയുന്ന സമയത്തായിരിക്കും ഇതുപോലെ നല്ലൊരു മനുഷ്യനും കഴിവുള്ളൊരു മനുഷ്യനും എന്തിനാണ് ഞാനിങ്ങനെ വിചാരിച്ചത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. 11 വർഷം മുന്നേ, ഐ ഡോണ്ട് നോ വെദർ ജെയിൻ റിമെമ്പേഴ്സ് ദാറ്റ് ഓർ നോട്ട്, ട്രിവാൻഡ്രത്ത് ഗീത് ഹോട്ടൽ, ഈവനിങ് അബൌട്ട് 7:38 ഈ സമയത്താണ് ജെയിൻ എന്നെ കാണാൻ വരുന്ന ഫാസിലിൻ്റെ കൂടെ. അതിന് മുന്നേ നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വന്നിരിക്കുന്നത് എന്നെ അഭിനയിപ്പിക്കാനാണ്. ജെയിൻ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. നമ്മുടെ പള്ളി സെൻറ് തോമസ് ലീഗയുടെ ആ ഒരു പള്ളിയിൽ അതിലൊരു അവതാരകനായിട്ട് എന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചിരിക്കുകയാണ്. ജെയിൻ വന്നു. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം എപ്പോഴും ജെയിൻ്റെ മുഖം ചിരിച്ചിട്ടാണല്ലോ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്. ആ ചിരിയിൽ എനിക്ക് കാണാൻ പറ്റി, അയ്യടാ ഞാൻ ഈ ഇളയാണല്ലോ അഭിനയിക്കാൻ വിളിച്ചതെന്നുള്ളത്. അത് ജെയിൻ്റെ മുഖത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ജെയിൻ എന്നെ കണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കണം. മൈ മെമ്മറി ഈസ് നോട്ട് ഷോർട്ട്. ജെയിൻ്റെ മനസ്സിനകത്ത് ആ സമയത്ത് മനോരമയിലൊരു സപ്ലിമെൻറ്റിൽ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്, ടിപ്പിക്കൽ ദാറ്റ് കമാൻഡോ ലുക്ക്, മസ്കുലർ ബോഡി, അബൌട്ട് ശിവരാസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ. അതാണ് ജെയിൻ കണ്ടിട്ട് ജെയിൻ്റെ മനസ്സിലിരിക്കുന്ന മേജർ രവി അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഞ്ഞാട്ടയായി പോയത് ജെയിൻ അറിഞ്ഞില്ല. കാരണം നമുക്ക് ഈ ഓട്ടത്തിനിടയിൽ ശരീരം നോക്കാൻ പറ്റിയില്ല. വന്നപ്പം ജെയിൻ ആകെ ഡെസ്പാണ്. എങ്ങനെയും ശരി മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പടം ഷൂട്ട് ചെയ്യാണ്. പടം ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആരുമില്ലായിരുന്നു. ഐ വാസ് ജസ്റ്റ് എ സ്ട്രഗ്ലർ ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി. സ്ട്രഗ്ലർ ഇൻ ദ സെൻസ് 3500 രൂപ പെൻഷനും വെച്ച് ഒരു ഭാര്യയും ഒരു കുട്ടിയും. അതിപ്പോൾ ഈ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും 2-3 ഇല്ല, ഞാൻ എപ്പോഴും അങ്ങനെ പറയും, ഒരു ഭാര്യ ഒരു കുട്ടി. ഇവരെ പോറ്റണം. പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് ഒന്നും സമ്പാദിച്ചില്ല ഫൈനാൻഷ്യലി, ബട്ട് ഐ ഏൺഡ് എ നെയിം. Today I am proud of it because I was a very patriotic and sincere guy, never maligned the uniform by misusing the funds or something like that. So I didn't earn anything, but I earned a name. I didn't know that. I earned a name. Came out. We were staying in ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. സിനിമയോടുള്ള ഒരു പാഷൻ മനസ്സിനകത്തുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് 24 years ആർമി സർവീസ്. ഞാൻ പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഒരു റോൾ മോഡലാണ്. അമ്മ ഇന്നില്ല, അതിൻ്റെ അഭാവം വളരെയധികം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഓരോ ദിവസവും, ഇന്നിപ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഏതൊരു ദിവസവും ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവാറുണ്ട്. അപ്പം അമ്മ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, മോനെ നീ എന്ത് ചെയ്യുകയാണെങ്കിലും അത് വൃത്തിയായിട്ട് ചെയ്യും. അത് തൊട്ടിപ്പണിയാണെങ്കിലും ശരി, ഡു ഇറ്റ് വെരി പ്രൊഫഷണലി. ഐ യൂസ് ടു ഫോളോ ദാറ്റ്. യൂണിഫോം ഇരുന്ന സമയത്ത് ഒരു പട്ടാളക്കാരനായിട്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും തോറ്റിട്ട് നാട് വിട്ട് ഓടിപ്പോയിട്ടുള്ളൊരു പയ്യനാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലെവൽ വരെ എത്തണമെങ്കിൽ ആ ഒരു സിൻസിയറിറ്റി ടു മൈ ടാർഗറ്റ് വാസ് ഓൾവേസ് ദ. If I see something, I got to achieve it. For that, I'll be chasing a lot of things. അങ്ങനെയാണ് പട്ടാളത്തിൽ നിന്ന് 9ും 10ഉം എല്ലാം പാസ്, 10ാം ക്ലാസ് പാസ്സായി. പ്രീ ഡിഗ്രി 6 മാസം കൊണ്ട് ഞാൻ പാസ്സായി. സിനിമ എന്ന് പറയുന്നത് വെറും ഇൻട്രസ്റ്റും പാഷനും കൊണ്ട് മാത്രം നടക്കുന്നതല്ല. അതിനൊരു യോഗവും വിധിയുണ്ട്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. പ്ലസ് അപ്പം അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, ഡോണ്ട് എവർ ഗെറ്റ് ഡിസ്കസ്റ്റഡ്. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ബ്ലോക്കായി, ഞാൻ ഇവിടുന്ന് പഠിച്ചു, ലിയോന്ന് പഠിച്ചു, അത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ആൻഡ് ഐ എം ഗെറ്റിംഗ് സ്റ്റക്ക്. ജസ്റ്റ് ലുക്ക് അറ്റ് മേജർ രവി. 1998 ഐ ലെഫ്റ്റ് ആർമി. ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട്
എനിക്ക് കിട്ടിയൊരു അവസരമാണ് പുക്കാർ എന്ന് പറയുന്ന അനിൽ കപൂറിൻ്റെ രാജ്കുമാർ സന്തോഷി ഡയറക്റ്റ് ചെയ്ത പടത്തിൽ മിലിറ്ററി കൺസൾട്ടൻ്റായിട്ട് അവിടുത്തെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ആൻഡ് ഐ താങ്ക് സന്തോഷ് ശിവൻ ഫോർ ദാറ്റ് ബിക്കോസ് ഹി വാസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹി റെക്കമെൻഡഡ് മീ. ഈ മനുഷ്യൻ ഇങ്ങനൊരു പാഷനുണ്ട്, സോ വൈ ഡോണ്ട് യു യൂസ് ഇറ്റ്? ആൻഡ് രാജ്കുമാർ സന്തോഷി ഹാഡ് എ ഡിസ്കഷൻ. ഓട്ടോമാറ്റിക്കലി ഹി അണ്ടർസ്റ്റുഡ് എനിക്ക് ആ സിനിമയുടെ ഒരു പാഷൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ എന്നെ അവിടെ എംപ്ലോയ് ചെയ്ത് ഞങ്ങൾ ആ 3 വർഷം ഞാൻ ആ പടം വർക്ക് ചെയ്യുന്നു. അതിനുശേഷം മണിരത്നത്തിൻ്റെ കൂടെ കന്നത്തിൽ മുത്തമിട്ടാൽ ഇങ്ങനെയുള്ള പടങ്ങൾ. പിന്നീടാണ് പ്രിയേട്ടൻ ഒരു ദിവസം പറഞ്ഞ്, എടാ എനിക്കൊരു ആഡ് കിട്ടിയിട്ടുണ്ട്, നീ വാ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആഡിൽ തുടങ്ങിയ പ്രൊഫഷണൽ ബന്ധമായിരുന്നു. ഒരു 100-130 ചില്ലാനം ആഡ് പ്രിയേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്തൊക്കെ ഞങ്ങൾ അന്ന് ഒരു ടീമിലുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഞാൻ സിനിമയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 പടങ്ങൾ ബെട്ടം ചെയ്തു. അത് കഴിഞ്ഞ് മാലാമാൽ വീക്കിലി. ദാറ്റ് വാസ് എ ബേസിക് ഫിലിംസ്. ബട്ട് നേരത്തെ ജെയിൻ, കാരണം ഇപ്പം ജെയിനെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, രണ്ടാമത് ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. അന്ന് കണ്ട 11 കൊല്ലം മുന്നേ കണ്ട ജെയിൻ്റെ ഉള്ളിലുള്ള ആ ഫയർ, അതിന്നും ഞാൻ കണ്ടതിൽ ഐ സല്യൂട്ട് യു ആൻഡ് ദിസ് സ്കൂൾ ഇസ് ഇൻഡസ്ട്രി. ബിക്കോസ് ബേസിക്കലി യു ആർ നോട്ട് എ സെൽഫിഷ് പേഴ്സൺ. അതർവൈസ് ജെയിന് ഇതിന് മുന്നേ തന്നെ എന്തെങ്കിലും കഥയൊക്കെ തട്ടിക്കൂട്ടി ഒരു പടം ചെയ്ത് ഒക്കെ നടക്കാമായിരുന്നു. ഇപ്പോഴും ജെയിന പറഞ്ഞ ആ ഒരു ലൈൻ, ഞാൻ ആ മാലയുടെ ഉള്ളിലെ നൂലാണെന്ന് പറഞ്ഞത്, യു ലൈക്ക് അതുപോലുള്ള നൂലുകൾ ഇതുപോലുള്ള ചെറുപ്പക്കാർക്ക് ആവശ്യമുണ്ട്. അത് എത്ര പേരങ്ങനെ നൂലായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് കോർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സോ വി ബിക്കം ഇമോഷണൽ. You are an emotional person, I am an emotional person. I cry when I write my script. കീർത്തിചക്ര എഴുതുന്ന സമയത്ത് പല സമയത്തും ആ ലാസ്റ്റ് റേപ്പ് സീക്വൻസ് എനിക്ക് ആരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. 40 മിനിറ്റോളം വരുന്നൊരു സീക്വൻസാണത്, ഒരു സീനാണത്. അത് കഴിഞ്ഞ് ക്ലൈമാക്സും കഴിഞ്ഞ് പടം കഴിഞ്ഞു. ഞാനിത് കഥ പറയുന്ന സമയത്ത് ഇവിടുന്ന് റേപ്പ് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ കമാൻഡോസ് വരുന്നു, വെടിവെച്ചു, കൊന്നു, പോയി. അപ്പോൾ ചോദിക്കുക, അപ്പം പടം എന്ത് 50 മിനിറ്റേ ഉള്ളൂ? ഇല്ല, ഞാൻ പറഞ്ഞു ഇതൊരു 40 മിനിറ്റ്. ഇത് ആരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പക്ഷെ ഓരോ നിമിഷം ഇരുന്ന് എഴുതുന്ന സമയത്ത് ഐ വാസ് വിഷ്വലൈസിങ് ദാറ്റ് ഓൾഡ് ലേഡി. ബിക്കോസ് നിങ്ങൾ കണ്ട ആ കീർത്തിചക്രയിലത്തെ കംപ്ലീറ്റ് സീക്വൻസ്, അതിൽ മോഹൻലാൽ എങ്ങനെ ജീവിച്ചു, റിയൽ ലൈഫിൽ മേജർ രവി ആയിരുന്നു ആ ക്യാരക്ടർ ചെയ്തിരുന്നത്. ഞാൻ കണ്ട സ്ത്രീയാണത്. ആ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾ, അവിടെയുള്ള ആ 3 കുട്ടികൾ, ഞാനിതുപോലെ 6 പേരെ കൊന്നവിടെ ഇട്ടിരിക്കുന്ന സമയത്ത് വിജയ് ശ്രീവിലാടനായിട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൊലപാതകമായിരുന്നത് ലൈഫിൽ. എൻ്റെ പ്രൊഫഷണൽ കില്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ജീവനോടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ആർക്കും ഒരപകടവും പറ്റിയിട്ടില്ല, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഈ സമയത്താണ് ഈ സ്ത്രീ വന്നിട്ട് ഈ കഥ പറയുന്നത്. ആ കഥ പറഞ്ഞ് ആദ്യം കഥ പറയാൻ വേണ്ടി വന്ന സമയത്ത്, കഥ പറയാമെന്ന് പറഞ്ഞാൽ മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഐ വാസ് ഇറിറ്റേറ്റഡ്. I said, I'd been asking you how many people are there inside and you never told me this. For the last 3 hours I was struggling to get this information, right information. And you never told me this. Now you just get out of this place. But next moment ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കമാൻഡിനോട് തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ കാല് കെട്ടിപ്പിടിക്കുന്ന വയസ്സായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ഈ അമ്മ കാല് കെട്ടിപ്പിടിക്കുന്ന സമയത്ത്, തല നനച്ചിട്ടുള്ളൊരു സ്ത്രീ പിടിക്കുന്ന സമയത്ത്, നമ്മുടെ ഭാരതീയൻ്റെ ആ സംസ്കാരം അതൊരിക്കലും സമ്മതിക്കില്ല. ആരുടെ അമ്മയായിക്കോട്ടെ, നമ്മുടെ അമ്മയെപ്പോലെ തന്നെയാണ്. ഞാൻ വേഗം കാല് പിടിച്ച് ഇവരെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ കണ്ണിന്ന് വെള്ളം വഞ്ഞോട് ഞാൻ പറയുന്ന മോൻ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം കേട്ട കഥയാണ് നിങ്ങൾ കണ്ട ആ കഥ. അവർ പറഞ്ഞതാണ്. ഇന്നലെ രാത്രി മിൽട്ടൺസ് എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ 3 പെൺപിള്ളേരെയും റേപ്പ് ചെയ്ത് ആ സമയത്തെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളിൽ എത്തിക്കണ്ടേ? നമ്മളിവിടെ മുസ്ലിംസ് എന്ന് പറയുന്ന സമയത്ത് ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ കീർത്തിചക്ര ചെയ്യാനുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഐ വാണ്ടഡ് ടു ടെൽ ദിസ് ഇവിടുത്തെ ഈ സമൂഹത്തിൽ നമ്മളെ ഭരിക്കുന്ന ഈ രാഷ്ട്രീയപരമായിട്ട് ജാതി മതത്തിനെ വേർതിരിച്ച് ജനങ്ങളിൽ വിദ്വേഷമുണ്ടാക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ കീർത്തിചക്രയായിട്ട് വന്നത്. അവിടെ ഞാൻ പറഞ്ഞെന്താണ്, ഓൾ ദ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ്, മുസ്ലിംസ് ആർ ഈവൻ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു ഡയലോഗ് ഞാൻ ലാസ്റ്റ് പറയിപ്പിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ വികാരമായിരുന്നു. ആ വികാരമാണ് ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. കാരണം ചാവക്കാട് ഞാൻ സിനിമ കാണാൻ പോയ സമയത്ത് 30-35 ദിവസം സിനിമ കാണുന്ന സമയത്ത് 2 ബുർക്കയിട്ടിട്ടുള്ള സെക്കൻഡ് ഷോ സിനിമയ്ക്ക് ബുർക്കയിട്ടിട്ടുള്ള ലേഡീസ് ഞാൻ താഴത്ത് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്നു. ബുർക്ക പൊക്കിയിട്ട് പറഞ്ഞു, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി നിന്നാണ്. ഞാൻ പറഞ്ഞു, അയ്യോ പടം തുടങ്ങിയില്ലോ എന്ന് പറഞ്ഞു. പ്രശ്നമില്ല സാർ, ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യം കാണുന്നതെന്ന്. സോ വൈ ഷീ ഈസ് വാച്ചിങ് ഇറ്റ്?
ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക് എ സബ്ജക്റ്റ് നമ്മൾ നോർമലായിട്ട് കാണുന്നത്. ഇവിടെ ഹിന്ദു മുസ്ലിം ലഹള ഇത് അതിൻ്റെ മുകളിൽ ഒരു സംഭവം ഉണ്ടാക്കി. ബട്ട് അതിനെ നമ്മൾ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലോട്ട് കയറ്റണമെങ്കിൽ we have to have the experience in the pain and the emotions in us. Then only you can write that. So സാധാരണഗതിയിൽ നിങ്ങളൊരു കഥ എഴുതിയിട്ട് അതിനൊരു സിനിമയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ബട്ട് യു വിൽ ബി killing yourself with the first film. Don't ever do that. When you have got this conviction that this subject what I'm going to do is the subject which I want to do it, പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റെ കിട്ടിയാൽ മതി. നോ, ഈ കീർത്തിച്ചക്രം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ശ്രീകാന്തിനടക്കം അറിയായിരിക്കും. ഇതെല്ലാം ശ്രീകാന്തെല്ലാം കുറേ കാലം മുന്നേ കേട്ടിട്ടുള്ള കഥയാണത്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കഥ അങ്ങനെ പറയാറുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിനകത്തുള്ള എന്താണ്, എൻ്റെ കഥയ്ക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. ആരോട് പറയുന്ന സമയത്തും ദേ ആർ ഓൾ ഗെറ്റിംഗ് ഇമോഷണൽ. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്ഷൻ ഫിലിം. ഐ നെവർ വാണ്ടഡ് ടു മേക്ക് എൻ ആക്ഷൻ ഫിലിം. ഇറ്റ് വാസ് എൻ ഇമോഷണൽ ഫിലിം because it was a true story which I have seen it and I wanted to show you that. 6 വർഷം 2000 എഴുതി വെച്ച കഥ ഞാൻ ചെയ്യുന്നത് 2006 ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം നടന്നു എന്നുള്ള ആർക്കും അറിയില്ല. 2006 ഓഗസ്റ്റ് 3 പടം റിലീസാവുന്നു. മോർണിംഗ് ഷോ 9 to 11 ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മേജർ രവി വാസ് ബോൺ. അതുവരെ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് 3 ആ രാവിലെയാണ് ഈ മേജർ രവി വാസ് ബോൺ. പക്ഷേ എല്ലാവരും വിചാരിക്കുക അന്നാണ് അയാൾ ജനിച്ചെന്ന്. നോ, ഐ വാസ് ഇൻ ദ വോംബ്. ഒരു 8 വർഷമായിട്ട് ഈ കഥയും കൊണ്ട് നടക്കുന്നതാണ്. നമ്മൾ പുറത്തു വരുന്നത് ഈ ദിവസത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ പിറകിലൊരു ഹാർഡ് വർക്കുണ്ട്. സോ സിനിമ ഈസ് നോട്ട് ആൻ ഈസി ജോബ്. ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ബിഗ് ഹാർഡ് വർക്ക് ബിഹൈൻഡ് സ്ട്രഗിൾ. മുഗളയാസത്തിൻ്റെ ഡയറക്ടറുടെ കഥ നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എനിവൺ? നോ, ഐ ടെൽ യു വൈ ഐ സെഡ്. നിങ്ങൾ ഇന്ന് സിനിമ സ്റ്റുഡൻസാണ്, പാഷനോടുകൂടി വന്നിരിക്കുകയാണ്. മുഗളയാസത്തിൻ്റെ ഡയറക്ടർ ആ സമയത്ത് കഥ എഴുതിയിരുന്നത് ബാൻഡ്ര പാർക്കിനകത്ത്, വാക്കിംഗ് പാർക്കിൽ, ജോഗേഴ്സ് പാർക്കിനകത്ത് ഇരുന്നൊരു കഥ എഴുതുമായിരുന്നു. ഇയാൾ 6 മാസം കാലത്ത് ഈ കഥ എഴുതുന്ന സമയത്ത് ഒരു പേപ്പർ ഇവിടെ ഇട്ടു, ചുരുട്ടിയിട്ടു, ഒരു പേപ്പർ ഇവിടെ വയ്ക്കും. ഇതൊരു മനുഷ്യൻ, വാക്കിന് വരുന്ന മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ എഴുതുന്നതെന്ന് ചോദിച്ചു. ഇയാൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറക്ടർ ഈ സെഡ് മുഗളയാസം എന്ന് പറഞ്ഞാൽ മുഗളയാസം കഥ എന്തിനാന്ന് വെച്ചു, പ്ലേക്കാണ്? നോ, ഫോർ സിനിമ എന്ന് പറഞ്ഞു. ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ മനുഷ്യൻ്റെ മുഖം അയാൾ കണ്ടിട്ടില്ല, ആരാണ് ഈ മുന്നിൽ നിൽക്കുന്നതെന്നുള്ളത്. അപ്പം ചോദിച്ചു, ആരാ ഡയറക്റ്റ് ചെയ്യുന്നത്? ഞാൻ തന്നെയാണ്. എഴുത്ത് നിങ്ങൾ തന്നെ. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഹി ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹിം. ഇറ്റ്സ് ലൈക്ക് യു ആർ പ്രൊഡ്യൂസിങ് ഇറ്റ്. ഹി ജസ്റ്റ് laughed and walked off. He's a mad guy. I am not in this film industry. 1 year, this man was sitting and writing, and this man was going for the walk every day. One day he comes to him and says, how much will be the budget? He said, this is the budget. Can you do it? I think you are doing it. I know that. ഇപ്പോഴത്തേക്കും 1.5 വർഷമായിരിക്കുന്നു. അവസാനം അയാൾ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആവുന്നത്. ആ പ്രൊഡ്യൂസർ 4 വർഷം സിനിമ ചെയ്യുകയാണ്. അതെന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ ഹാർഡ് വർക്ക്, ഈ ഡയറക്ടർ റൈറ്ററിൻ്റെ ഹാർഡ് വർക്ക് ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1.5 വർഷം. കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്നത് ഇയാൾ എത്ര മണിക്ക് അവിടെ വന്നിരിക്കുന്ന ഒരു പിടിയില്ല. ഇതിങ്ങനെ എഴുതുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. സോ ആ ഹാർഡ് വർക്ക് മെയ്ഡ് ദാറ്റ് മാൻ ടു ഗെറ്റ് അട്രാക്റ്റഡ് ടു ദിസ് പേഴ്സൺ ടു മേക്ക് ദ ഫിലിം ഫോർ ഹിം. ഇറ്റ്സ് എ ഗോഡ്ലി ഗിഫ്റ്റ്. നൗ വാട്ട് ഹാപ്പൻസ്? ദേ ഷോട്ട് ഫോർ 4 years. ഭയങ്കര കടുംപിടുത്തക്കാരൻ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. എനിക്കിത് വേണം. അവിടെ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് കപൂർ അക്ബറായിട്ട് അഭിനയിക്കുന്നു. അക്ബർ ഉണരാൻ വേണ്ടിയിട്ട് 12 ദിവസമൊക്കെ എടുക്കും ഒരു ഷോട്ടിന്. മേക്കപ്പ് റൂമിൽ അക്ബർ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് യൂണിറ്റ് ലൈറ്റപ്പും ചെയ്തിട്ടിരിക്കും. അവിടുന്ന് ഉള്ളുന്ന് വിളി വരികയാണ് ഈവനിങ് 5 മണിക്ക്. അക്ബർ നെയ്യായ, അക്ബർ പാക്കപ്പ് കറിക്ക് ജാറ എന്നിട്ട് അക്ബർ പോയി. 12-ാം ദിവസം ഇവർക്കൊരു വിളി വരികയാണ് അവിടുന്ന്, അക്ബർ ആകയാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ഈ മൂഡിന് വേണ്ടിയിട്ട് അന്നത്തേക്ക് ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു ഇതിങ്ങനെയായിരുന്നു. അവരതിനകത്താണ് കയറിയിട്ട് ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് അങ്ങ് ജീവിക്കണം അവർക്ക്. ആൻഡ് ഹി വാസ് വാക്കിംഗ് ആൻഡ് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഷൂട്ടിംഗ് ദേ വർ ഡൂയിങ് ഇറ്റ്. ആൻഡ് ദിസ് പ്രൊഡ്യൂസർ വാസ് ടോളറേറ്റിംഗ് എവറിത്തിങ്. എല്ലാം കഴിഞ്ഞ് 4-ാമത്തെ വർഷം ഒരുവിധം പടം തീരാൻ ഇനി ഒരു 10% മാത്രം ബാക്കിയുണ്ട്. ആ സമയത്താണ് അനാർക്കലിയുടെ മുകളിൽ മരിക്കുന്ന സമയത്ത്
മോത്തിയിടണം, മുത്ത് വിതരണം. അപ്പോൾ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, എനിക്ക് ഒറിജിനൽ വേണം. ഡയറക്ടർ ഒറിജിനൽ വേണമെന്നും പറഞ്ഞ് ഈ ഡയറക്ടർ ഇരിക്കുന്ന സമയത്ത് താൻ വട്ടാണോ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിനകത്ത് ഒറിജിനൽ ഇട്ടാലും ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാലും യാതൊരു പ്രശ്നമില്ല. വാട്ട്സ് യുവർ നോ, ഐ വാണ്ട് ഒറിജിനൽ. ആൻഡ് ദ ഫിലിം വാസ് പാക്ഡ് അപ്പ്. Again, the 4 years, this film got packed up. Nothing happened. One day, this producer, looking for this director, going there, അന്നത്തെ പൈസ 20,000 രൂപ ഈ പ്രൊഡ്യൂസർ ഈ മനുഷ്യൻ താമസിച്ചിരുന്ന ചോളിൽ, ബോംബെയിലൊരു ചോളിലായിരുന്നു, ഒറ്റ റൂമുള്ള കോമൺ ബാത്റൂമുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ ഡയറക്ടർ താമസിച്ചിരുന്നത്. അപ്പോഴും ഇയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുഗളാസിൻ്റെ ബാക്കിയുള്ള 10% 4 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയപ്പോൾ പറഞ്ഞു എൻ്റെ പൈസയോ പോയി, അറ്റ്ലീസ്റ്റ് യു ബൈ. അന്നൊക്കെ ഒരു 20,000 രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് കിട്ടും ബോംബെയിൽ. നിങ്ങളൊരു നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് സെറ്റിലാവുക. ഇറ്റ്സ് മൈ ഡെസ്റ്റിനി, ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഈ 20,000 രൂപ ഇയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ദാറ്റ് ഈസ് വൈ ഐ സല്യൂട്ട് ദാറ്റ് പേഴ്സൺ. ഹി സെഡ് അത് വെച്ചേക്ക്, നമുക്ക് മുത്ത് വാങ്ങിക്കാൻ ഉപയോഗിക്കേണ്ടി വരുമെന്ന്. ഹി ഡിഡ്ന്റ് ടേക്ക് ദാറ്റ് മണി. സോ ദാറ്റ് ഈസ് വാട്ട്സ് എ ലവ് ഫോർ ദറ്റ്സ് എ പാഷൻ ഫോർ എ ഫിലിം. ഇത് കേൾക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ നോക്കണം, ശാപ്പാട് കഴിക്കാൻ വഴിയില്ലാത്തൊരു മനുഷ്യൻ 20,000 രൂപ കൊണ്ട്, അന്നത്തെ 20,000 എന്ന് പറഞ്ഞാൽ ഇന്ന് 10 കോടി രൂപയുടെ വർത്താണത്, കൊടുക്കുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് പറയുകയാണ് അത് വെച്ചേക്ക്, നമുക്ക് പേൾ വാങ്ങിക്കാൻ ആവശ്യം വരും, അതെല്ലാം ഇരിക്കട്ടെ അവിടെ നിന്ന്. ഹി വെന്റ് ബാക്ക് ആൻഡ് ബോട്ട് ദ പേൾ ആൻഡ് സ്റ്റാർട്ടഡ് ദ ഷൂട്ടിംഗ് അഗെയിൻ ആൻഡ് ദ ഫിലിം ബിക്കേം എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതിനുശേഷം ഇന്നേ വരെ അദ്ദേഹം മരിക്കുന്നവരെ ഒരു പടം പോലും ആ ഡയറക്ടർ പിന്നെ ചെയ്തിട്ടില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു 10 വർഷത്തിൻ്റെ ഒരു സംഭവമാണ് ആ മുഗളയാസം എന്ന് പറഞ്ഞത്. അതിപ്പോൾ റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടും 100 കോടി രൂപ കളറായിട്ട് റിലീസ് ചെയ്തിട്ടും 100 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. ബട്ട് വെർ ഇസ് എ ഡയറക്ടർ? ഹൗ മെനി പീപ്പിൾ നോ? ഈവൻ ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. ബട്ട് ഐ ഫോളോ വാട്ട് ഡെഡിക്കേഷൻ ഹി ഹാഡ്, വാട്ട് പാഷൻ ഹി ഹാഡ് ഫോർ ദ സിനിമ. ഇന്നത്തെ അങ്ങനെയല്ല. സിനിമ എങ്ങ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പ്രൊഡ്യൂസറിനെങ്കിൽ എങ്ങനെയൊക്കെ തലയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞെക്കി പിഴിയാൻ പറ്റുമെന്നുള്ളത്. ഫോർ ഈവൻ ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സ്, ദാറ്റ് യു ഷുഡ് നെവർ ഡു ഇറ്റ്. യു ആസ് എ ഫിലിം മേക്കർ, യു ഗോട്ട് എ റെസ്പോൺസിബിലിറ്റി ടു കീപ് ദി സിനിമ എലൈവ്. അത് നമ്മൾ ഡയറക്ടേഴ്സിനും ടെക്നീഷ്യൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. ഞാൻ പലയിടത്തും കാണുന്നുണ്ട്, ഒരു സിനിമ കൊടുത്തെങ്കിൽ 2 കോടിക്ക് തുടങ്ങിയിട്ട് 5 കോടിയിലും 6 കോടിയിലും കൊണ്ട് നിർത്തിയിട്ട് നിലയും വെളിയും കൂട്ടി നടക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നുണ്ട്. അതോടെ ഈ ഡയറക്ടർ എന്ന് പറയുന്ന മനുഷ്യന് പിന്നീട് കിട്ടില്ല. ഞാൻ എൻ്റെ കീർത്തിചക്രയ്ക്ക് നിങ്ങൾക്കെല്ലാം സർപ്രൈസിങ് ബഡ്ജറ്റുകളായിരിക്കും. ഇത്രയും ഇങ്ങനെയുള്ള കാശ്മീരിൽ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 13 പ്രാവശ്യം ഗ്രനേഡ് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഐ എൻജോയ് ഇറ്റ് എല്ലാം വിത്ത് മോഹൻലാൽ ഓൾസോ എൻജോയിങ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കാരണം വെച്ചാൽ ഒരു ദിവസം വെടിവിട്ട് വഴിയിൽ നിന്നൊക്കെ കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് പേടി കഴിഞ്ഞ് ലാൽ വരുന്ന സമയത്ത്. സോ ഞാൻ ലാലിന് വേണ്ടി ഒരു AK-47 എടുത്ത് കയ്യിൽ വണ്ടിക്കകത്ത് അങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഫയർ ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വന്നാണ്ട് എന്തെങ്കിലും വലിച്ചിട്ടങ്ങ് കീച്ചു കൊടുത്തേക്കെന്ന് പറയും. മൂപ്പർ ഭയങ്കര ഹാപ്പിയായിട്ട് വണ്ടിയിൽ AK-47 വെച്ച് വരുന്നുണ്ട്. വന്നപ്പോൾ അണ്ണൻ നമ്മുടെ 2 പൊട്ടിയെന്ന് കേട്ടല്ലോ. അപ്പോൾ എനിക്ക് പേടി എന്താ വെച്ചാൽ ഈ ഹീറോ എന്ന് പറയുന്ന മനുഷ്യൻ മാനസികമായിട്ട് അവിടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പടം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. പേടിച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണാ എന്താ വല്ല പ്രശ്നം? എന്ത് പ്രശ്നം? നമ്മുടെ നമ്മൾ ഷൂട്ട് ചെയ്യില്ല അണ്ണാ, എന്താണ് നെക്സ്റ്റ് ഷോട്ട്? അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി. അതാണ് ഞങ്ങൾ 4 പടങ്ങൾ ചെയ്യുന്നത്. അത് കീർത്തിചക്ര കഴിഞ്ഞു, കാർഗിൽ, കുരുക്ഷേത്ര, നിങ്ങളിവിടെ ക്ലിപ്പിങ്ങിലിട്ട് കാണിച്ചിട്ടില്ല, കുരുക്ഷേത്ര ചെയ്ത സമയത്ത് അവിടെ ഞങ്ങളുടെ യൂണിറ്റിൽ 137 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 135 ആൾക്കാരും പല ഒക്കേഷനിലായിട്ട് തലകറങ്ങി വീണിട്ടുണ്ട്. ബിക്കോസ് ഓക്സിജൻ എന്ന് പറയുന്നത് 13,000 അടി ഹൈറ്റ്. ആ മൗണ്ടൻസിൽ നിങ്ങൾ നോക്കിക്കാണും, അവിടെ മരങ്ങളില്ല. സോ ദർ ഇസ് നോ ഓക്സിജൻ. ഇവിടെയാണ് ഞങ്ങൾ ഈ ആക്ഷൻ മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. മോഹൻലാൽ വീണില്ല, മേജർ രവി വീണില്ല. 450 ഷുഗറും വെച്ചുകൊണ്ട് നടന്നിട്ടും മേജർ രവി അന്നും നിന്നിട്ടില്ലായിരുന്നു, മോഹൻലാൽ നിന്നിട്ടുണ്ട്. അത് വിൽ പവറാണ്. ബിക്കോസ് എനിക്ക് ഈ സിനിമ നിങ്ങളെ കാണിക്കണം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത് കാണാൻ പറ്റില്ല. സോ ഐ വിൽ ഡു ഇറ്റ്. ഒറ്റപ്പാലത്ത് ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നെ സ്റ്റാമ്പ് അടിച്ചോ, ആ പട്ടാള കഥകൾ മാത്രമേ ചെയ്യുള്ളൂ, അത് മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ലെറ്റ് സംബഡി എൽസ് കം ഫോർവേഡ് ആൻഡ് ഗോ ദർ. അത് കാശ്മീരിൽ പോയിട്ടെല്ലാം ചെയ്യട്ടെ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പടവും എല്ലാറ്റിൽ നിന്നും എല്ലാവരും പറയും വ്യത്യസ്തമാണ്. ഞാൻ എല്ലായിടത്തെയും ഫൈറ്റും വാറും ഒക്കെയാണ് കാണിച്ചത്.
ഇപ്രാവശ്യം എന്നെ സോഷ്യലി വളരെയധികം, അതും എഗെയിൻ ജെയിൻ പറഞ്ഞ പോലെ എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ 1996 കാർഗിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് 43 എന്ന് പറയുന്നത്. പോസ്റ്റ് 43 ഞാനിപ്പോൾ പിക്കറ്റ് 43 ആക്കിയിട്ട് എടുക്കുന്നത്. ആ പോസ്റ്റ് 43 ഞാൻ രാത്രിയിൽ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്താണ് കാണുന്നത് തൊട്ടടുത്ത് പാകിസ്ഥാനി ഫ്ലാഗ് കിടന്നിങ്ങനെ ആടുന്നുണ്ട്. അപ്പം അതെൻ്റെ മനസ്സിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എടാ നിങ്ങളൊക്കെ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതിനിടയിൽ കമ്പിവേലി ഇല്ല, ഒന്നുമില്ല. 2 മൗണ്ടൻ്റെ എഡ്ജസ്, ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു 15 to 20 മീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ്, 2 പേരും ഇരിക്കുന്നത്. അപ്പോൾ അവർ സാർ ചിലപ്പോൾ അവന്മാരങ്ങ് വെടിയിക്കും, അപ്പോൾ ഞങ്ങളും അങ്ങ് വെടിയിക്കും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നന്നായിട്ടൊന്ന് സംസാരിക്കും, ഒരു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു മൂഡ് ചേഞ്ചിങ് സ്വിങ്ങിങ് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ജോഷിയേട്ടൻ്റെ കൂടെ സലാം കാശ്മീരിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഒറ്റയ്ക്ക് ഞാൻ കാറിൽ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ആ ഗുൽമർഗിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു മൗണ്ടൻ എൻ്റെ മനസ്സിൽപ്പെട്ടു. അവിടെ ഒരു പിക്കറ്റ് പോലെ ഒന്ന് എനിക്ക് കണ്ടു. അപ്പോൾ എഴുതി ഉണ്ടാക്കിയതാണ് ആ പഴയ കഥയിൽ. ഞാനങ്ങ് പോസ്റ്റ് 43 അങ്ങ് പോയി എഴുതിയുണ്ടാക്കി. അവിടെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 പട്ടാളക്കാർ തമ്മിൽ 8 മാസം ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ആരോട് മിണ്ടാൻ, ആരോട് പറയാൻ, വൈ കാണ്ട് ഐ മേക്ക് ദിസ് പീപ്പിൾ ഫ്രണ്ട്ലി? ആ ഫ്രണ്ട്ലി കോമിക്കലി അത് ഫ്രണ്ടായിട്ട് മാറിയതിന് ശേഷം പിന്നെ ഇറ്റ് ബിക്കംസ് എൻ ഇമോഷണൽ ബോണ്ടിങ്. ഐ ഹാഡ് എ പാകിസ്ഥാനി ഫ്രണ്ട് വെൻ ഐ വാസ് ഇൻ ഹുസൈനി വാല. ബോർഡറിൻ്റെ അപ്പുറത്ത് ഇടുന്നുണ്ട്. നിങ്ങൾ കുരുക്ഷേത്രത്തിൽ കണ്ടിട്ടുള്ള സിഗരറ്റ് എക്സ്ചേഞ്ചും കള്ള് എക്സ്ചേഞ്ചും ഇത് തന്നെയാണ്. ഞാൻ അങ്ങോട്ട് കള്ള് കൊടുക്കും, അവൻ ഇങ്ങോട്ട് സിഗരറ്റ് കൊണ്ടുവന്ന് തരും. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്ന് അവിടെ ഇതാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ പട്ടാളക്കാർ തമ്മിൽ എന്നും യുദ്ധമാണെങ്കിൽ എന്നും യുദ്ധം നടക്കണ്ടേ? അവിടെ ശത്രുത ഉണ്ടെങ്കിൽ എന്നും യുദ്ധം നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. സോ ദർ ഈസ് നോ എനിമിറ്റി ബിറ്റ്വീൻ 2 സോൾജേഴ്സ്. എനിമിറ്റി എവിടുന്ന് തുടങ്ങുന്നു? ആ ടെൻറ്റിനകത്തിരിക്കുന്ന ടെലഫോൺ, അതിൽ ഡൽഹിയിൽ നിന്നൊരു കോൾ വരികയാണെങ്കിൽ ആദ്യം തോക്കെടുത്ത് വെടിവെക്കുന്നത് ഈ സംസാരിച്ച് ഈവനിങ് വരെ സംസാരിച്ച് നിന്നിരുന്ന അവൻ്റെ നെഞ്ഞത്തായിരിക്കും. സോ വേർ ഈസ് എ എനിമിറ്റി സ്റ്റാർട്ടിങ് ഫ്രം? ഇറ്റ് കംസ് ഫ്രം ഡൽഹി ഓർ ലാഹോർ. സോ ബോർഡറിൽ അങ്ങനൊന്നുമില്ല. അതാണ് ഞാൻ ഈ കഥയിൽ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഇവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കണം പബ്ലിക്കിൻ്റെ അടുത്ത്. ഇഫ് ദിസ് two soldiers can be friends like this, emotionally bonding, why these 2 countries become friendly? Because we were always one. ആ ഒരു ശക്തമായിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ ഇപ്പോൾ ഈ സിനിമയിൽ കൂടെ കൊണ്ടുവരാം. കാരണം നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് അല്ലായിരുന്നു. ഇന്ന് നമുക്ക് പാകിസ്ഥാനോട് ദേഷ്യമുണ്ട്. അത് എപ്പോഴാണ് ദേഷ്യം വരുന്നത്? ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആർക്കും പാകിസ്ഥാനോട് ദേഷ്യമില്ലല്ലോ. അവിടെയും നോർമലായിട്ടുള്ള, ഞാൻ ദുബായിൽ പോയി പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിയും കേരളക്കാരനും ഒരു റൂമിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളക്കാരൻ ഏഷ്യാനെറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ വരും, ഡാ യാർ വോ ന്യൂസ് ജറ ദേഖ്നേ യാർ, അവൻ റിക്വസ്റ്റ് ചെയ്യാണ്. എന്നൊക്കെ നിങ്ങൾക്ക് ഞാനതൊന്ന് കണ്ടിട്ട് തരാം. അവൻ വെയിറ്റ് ചെയ്യുന്നു. അവനും വല്ലൊരു തോക്കെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുക. അപ്പം സോ ദർ ഇസ് നോ ഫൈറ്റ് മാൻ. ഹൂ ഈസ് ക്രിയേറ്റിംഗ് ഓൾ ദിസ് തിങ്? സോ ആസ് എ ഫിലിം മേക്കർ യു ഗോട്ട് എ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് എ സൊസൈറ്റി. ഡോണ്ട് മേക്ക് ഇറ്റ് ആസ് എ ജസ്റ്റ് കൊമേഴ്ഷ്യൽ ഫിലിം ഉണ്ടാക്കി. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു മെസ്സേജ്. ഇന്ന് നമ്മൾ മറക്കുന്ന ബന്ധങ്ങളുണ്ട്. എൻ്റെ എല്ലാ സിനിമയിലും ഞാൻ ആ ഒരു അമ്മയുടെ ബന്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മറക്കുന്ന ചില ബന്ധങ്ങളാണ്. അമ്മ, അച്ഛൻ, കൂട്ടുകുടുംബം. നമ്മുടെ കുട്ടികൾക്കൊന്ന് മുത്തച്ഛൻ്റെ വാത്സല്യം കിട്ടുന്നില്ല, മുത്തച്ഛിമാരുടെ വാത്സല്യം കിട്ടുന്നില്ല. ബിക്കോസ് വി ഓൾ ബിക്കെയിം സെൽഫിഷ്. സോ വി ആസ് ഫിലിം മേക്കേഴ്സ്, നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി വെൻ യു റൈറ്റ് ദർ വിൽ ബി വൺ സീൻ, ചെറിയൊരു സീൻ അതിനകത്ത് നിങ്ങൾ എഴുതി കയറ്റും. അത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് കാണുന്ന ഓഡിയൻസ്, നിങ്ങളുടെ സിനിമ കാണുന്ന ഓഡിയൻസ് ആ സമയത്ത് കരഞ്ഞിരിക്കും അവർ. കാരണം അവരുടെ മനസ്സിനെ തട്ടുകയാണ്. So we are not just filmmakers out of passion. We are socially committed also. When you are a filmmaker, you are committed to the society. അവർ വന്നിട്ട് 60 രൂപയ്ക്ക് പടം കണ്ടിട്ട് തെറി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് കാണുമായിരിക്കും. പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ യു ഹാവ് വൺ ഇറ്റ്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സിനിമ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ ഇതുപോലുള്ള ഒരു അവസരങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ മകൻ സിനിമാറ്റോഗ്രാഫി കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അവനെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നോബഡി ഹാഡ് എനി സ്കൂൾസ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ്. ഞാനിവിടെ വരുന്നവരേക്ക് ജെയിൻ, വിത്ത് ഡ്യൂ അപ്പോളജി ടു യു, I underestimated your organization. Now I never knew that it was so professionally organized, and I'm really ഫാക്റ്റായിട്ട് ഞാൻ പറയണത്. ബിക്കോസ് സിബി മലയിൽ എന്ന് പറയുന്ന വ്യക്തിയും ഞാനും 98 ഞാൻ പട്ടാളം വിട്ടു വന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് കാലത്ത് നടക്കാൻ പോകും. സിബിയോട്
മദ്രാസിൽ വന്ദന ടവേഴ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രിയേട്ടനെ പിക്കപ്പ് ചെയ്യും, ഞങ്ങളെല്ലാം 3 പേരും കൂടെ ഒരുമിച്ച്, ഞങ്ങളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അന്നൊക്കെ സിബിനെ ഞാൻ കാണുന്നത് വാട്ട് എ ഫിലിം മേക്കർ എന്നുള്ളത് ഇതുണ്ട്. പക്ഷേ അന്നും മേജർ രവി നെവർ വാണ്ടഡ് ടു ബിക്കം എ ഡയറക്ടർ. പക്ഷേ ഇതിനകത്തൊരു കീടകിടപ്പുണ്ട് സിനിമയുടെ. അപ്പം ഞാൻ ആദ്യം ഈ അറിയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കൂടെ നടന്നിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ സുന്ദരനാണെന്ന്. പക്ഷെ പിന്നെ ഞാൻ ഫിലിമിൽ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കോഞ്ഞാട്ടം വന്നത് ഇതൊന്നും ശരിയാവരുടെ പബ്ലിക്കിൽ. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ സുന്ദരിയാണ്. അപ്പം അങ്ങനെ കുറേ സിനിമകളിലൊക്കെ തല കാണിച്ചു. പിന്നെ മനസ്സിലായി ദർ ഇസ് നോ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് ഹൗ സിനിമ ഒരു ഡയറക്ടറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും എന്നുള്ളത് വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ എനിക്ക് ഡേറ്റ് തന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മുട്ടിടിക്കാൻ തുടങ്ങി. ഇനി ദൈവമേ ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് സിനിമ ആക്കണമല്ലോ എന്നുള്ളത്. കഥ പറച്ചിലും പൊങ്ങച്ചൊക്കെ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വൈഡും മിഡും ഒരു ക്ലോസും വെച്ച് കഴിഞ്ഞാൽ സിനിമയാവും എന്നുള്ള വിചാരം അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഓൾറെഡി ഞാൻ മാറ്റിക്കളഞ്ഞിരുന്നു. കാരണം ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല. എനിക്കും ചില മനസ്സിനകത്ത് ചില ധാരണയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ആ കീർത്തിചക്രം നിങ്ങൾ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കൺവെൻഷനലായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിനകത്തുള്ള സിനിമ ഇത് ഞാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പലരും പറയും 180 ഡിഗ്രി കട്ട് ചെയ്യരുത്, മറ്റത് എല്ലാം പഠിപ്പിക്കുന്ന എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. യു ഷുഡ് സീ ദ ഫിലിം വെൻ യു ആർ മേക്കിംഗ് ഇറ്റ്. അത് കണ്ടുകൊണ്ട് ദിസ് ഹൗ ഐ വോണ്ട് ടു സീ ഇറ്റ്, ദിസ് ഹൗ ഐ വോണ്ട് ടു ടെൽ ദ സ്റ്റോറി ടു ദിസ് പീപ്പിൾ, ദിസ് വാട്ട് ഇസ് ഇമാജിനേഷൻ വിച്ച് ഹാസ് ടു ഗോ. അല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് മാർക്ക് ചെയ്തു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അസോസിയേറ്റ് ഇത് കൊണ്ടൊന്ന് മാർക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പണിയൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ്. എവറി ടൈം യു ഹാവ് ടു ഇന്നോവേറ്റ് വൺ ഓർ അതർ തിങ്സ്. അപ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ട് ട്രൈ ചെയ്ത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു മേക്ക് എ ഫിലിം, വെൻ യു ബിക്കം എ ഡയറക്ടർ ഓർ എനിത്തിങ് വാട്ട്സ് ഓർ ഇറ്റ് ഈസ്, യു ഗോട്ട് ടു ഹാവ് ദ ക്ലാരിറ്റി ഇൻ യുവർ മൈൻഡ്. അല്ല ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്തു, അല്ല ഇതിങ്ങനെ ഈ ആംഗിളും കൂടെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയില്ല. മേജർ രവിയുടെ റെക്കോർഡാണത്. ഇപ്പം ഞാൻ മേജർ 6 ഫിലിംസ് ഹാവ് ഡൺ. എല്ലാ ഫിലിംസും അണ്ടർ 29 ഡേയ്സ് ആയിരുന്നു. ഈ പടം ഞാൻ 35 ദിവസം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടോ 22 ദിവസം കൊണ്ട് ഈ പടവും തീർന്നു. ബിക്കോസ് ക്ലാരിറ്റി വാസ് ദർ ഇൻ മൈ മൈൻഡ്. സോ ദർ ഇസ് നത്തിങ് എൽസ്. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് ടൈം ടു ഡു ഇറ്റ്. ഹാവ് ദ ക്ലാരിറ്റി ബിഫോർ യു ഗോ ടു ദ ഫീൽഡ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു ഡയറക്ടർ എന്നുള്ള ഒരു പേര് കിട്ടും. എന്താണ് പ്രശ്നമില്ല കേട്ടോ, ഇയാളെ കൊണ്ടുകഴിഞ്ഞാൽ പൈസ വലിയ പ്രശ്നം ഉണ്ടാവില്ല, നമ്പർ ഓഫ് ഡേയ്സ് കൂടില്ല. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആസ് എ ഡയറക്ടർ യു ആർ റെസ്പോൺസിബിൾ ടു ദ മലയാളം സിനിമ ഓർ എനി സിനിമ ഫോർ ദാറ്റ് മാറ്റർ, ബിക്കോസ് യു വാണ്ട് ദിസ് പ്രൊഡ്യൂസേഴ്സ് ടു സർവൈവ് ആൻഡ് യു വാണ്ട് ടു മേക്ക് മോർ ആൻഡ് മോർ ഫിലിംസ്. അല്ല ഒരു സിനിമ കൊണ്ട് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പലരെയും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പം നോ നെയിംസ്, ഒരു സിനിമ സൈൻ ചെയ്തു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് തണ്ണി അടിച്ച് ഫിറ്റായിട്ട് നടക്കുന്ന ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ച് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ആ പടം വന്നപ്പോഴും അത് അതുപോലെ തന്നെയായിരുന്നു. അതോടെ ഇന്ന് ആ മനുഷ്യൻ വേറൊരു സൈഡിലേക്ക് അങ്ങ് പോയി കക്കുണ്ട്. സോ വെൻ യു ആർ ഗെറ്റിംഗ് എ ചാൻസ്, വർക്ക് ഹാർഡ്, ഡേ നൈറ്റ്. യു കനോട്ട് സ്ലീപ്പ്, യു കനോട്ട് അഫോർഡ് ടു ഡ്രിങ്ക്. ഈ ഡ്രിങ്കിങ്ങിൽ മാത്രം സിനിമ ഡയറക്ടർ ആവില്ല. 2 അടിച്ചാലാണ് സിനിമ ഡയറക്ടർ ആവുള്ളൂ, അല്ലെങ്കിൽ 4 കഞ്ചാവ് അടിച്ചാലാണ് എനിക്ക് എഴുത്ത് വരുള്ളൂ. ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ സ്റ്റേറ്റ് അവാർഡ് അടക്കം വാങ്ങിച്ചു, എഴുതിയൊന്നുമില്ല, കഞ്ചാവ് അടിച്ചില്ല, കള്ളും കുടിച്ചിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ബി വെരി പ്രാക്ടിക്കൽ. ആൻഡ് ഇവിടെ സത്യം പറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയ ഞാനൊരു വർഷം പഠിക്കാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ദാറ്റ് ഇനി ഞാൻ സിബിയെ കാണുന്ന സമയത്ത് ഐ വിൽ ഗിവ് എ സ്പെഷ്യൽ ഹഗ് ഫോർ ദിസ് തിങ്. ബിക്കോസ് ഇതിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടക്കുന്ന വിവരം സത്യം പറഞ്ഞാൽ ജെയിൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ബ്രോഷർ അടിച്ചിട്ട് പബ്ലിസിറ്റി ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. ഒന്ന് കൊമേഴ്ഷ്യൽ ആവാൻ നോക്ക്. പക്ഷേ യു ആർ സിൻസിയർ എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ടു ദ ചിൽഡ്രൻ, യു ആർ ഓൾ ബ്ലെസ്ഡ് ബിക്കോസ് യു ഗോട്ട് സച്ച് എ ഗുഡ് ഫാക്കൽറ്റി ഔട്ട് ഹിയർ, ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ. അതുപോലെ തന്നെ എനിക്കറിയില്ല, കഴിഞ്ഞ സിനിമയിൽ ഞാൻ എൻ്റെ ഹീറോയിനാക്കാൻ ഇവിടുന്ന് ഒരു കുട്ടീനെ ആ കുട്ടി പാസ്ഔട്ടായി പോയി കാണുമല്ലേ, പാസ്ഔട്ടായി പോയി കാണും. അവിടെയാണ് ഞാൻ പറഞ്ഞത് വിധി യോഗം എന്നെല്ലാം പറയുന്നത്. ആ കുട്ടി എല്ലാം തീരുമാനിച്ച് ഓക്കെ പൃഥ്വിരാജിൻ്റെ ഹീറോയിനാക്കാം എല്ലാം തീരുമാനിച്ചു. ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ്റെ ആളുടെ അടുത്ത് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കണത്. ആ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് കുട്ടിക്ക് ശാരീരികമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, കണ്ണൂർക്ക് പോയിരിക്കുന്നു, അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് തിരിച്ചു വന്നപ്പോഴത്തേക്കും
ഞാൻ എൻ്റെ മൂഡ് മാറി. അവർ പറഞ്ഞു സാറേ ആ കുട്ടിയെ വിളിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ആളെ മാറ്റി വേറെ പിടിക്കുന്നു. നേരെ ബോംബെയിൽ നിന്നൊരു കുട്ടി വിളിക്കുന്നു, എല്ലാം ഫൈനലൈസ് ചെയ്യുന്നു. ഷൂട്ടിങ്ങിൻ്റെ 4 ദിവസം മുന്നേ ആ കുട്ടീനെയും ക്യാൻസൽ ചെയ്യാണ്. ഓരോ നിമിത്തങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആ കുട്ടിയെ ക്യാൻസൽ ചെയ്യാൻ എന്താണ്, ഞാനിവിടുന്ന് വെറുതെ ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു. ഇവിടെ റെയിനി സീസണാണ്, സോ വെൻ യു ഗെറ്റ് യുവർ അണ്ടർ ഗാർമെൻറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് വിൽ നോട്ട് ബി ടു ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഓൾ ദിസ് തിങ്സ്. ഇതൊരു മെസ്സേജ്. അവിടുന്ന് നെക്സ്റ്റ് മെസ്സേജാണ് വരുന്നത്. ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ അഹങ്കാരമാണ് എനിക്കതിൽ തോന്നിയത്. നമുക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അതിലെടുത്ത വഴിക്ക് വരുന്നത്, ഓ ദർ ഇസ് സം എക്സ്പോസിങ് സീക്വൻസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ടു തിങ്ക് എഗെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. യു ഡോണ്ട് ഹാവ് ടു സ്ട്രഗിൾ യുവർ സെൽഫ് ടു റീതിങ്ക്. ഐ ഹാവ് റീതോട്ട് യു ആർ ഔട്ട് ഓഫ് ദ ഫിലിം. നൗ ഐ ഡോണ്ട് നോ 3 ദിവസത്തിനകത്ത് ഏത് കുട്ടി. 3-ാം ദിവസം ഒരു കുട്ടി വരുന്നു, അതിനെ അഭിനയിപ്പിച്ചു, ആ കുട്ടി ഹീറോയിനായി. നെവർ തോട്ട് ലൈക്ക് ദിസ്. സോ സിനിമ ഈസ് എഗെയിൻ ഡെസ്റ്റിനി. ആ കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് സ്ഥലത്തുണ്ടെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ചിലപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ആ പർട്ടിക്കുലർ ഏരിയയിലുണ്ടായിരുന്നു, അന്ന് മാത്രമാണ് മാറി ഒന്ന് വേറൊരുത്തനായിരിക്കും അവിടെ വരുന്ന, അവൻ ആ ചാൻസ് കൊണ്ടങ്ങ് പോവുകയും ചെയ്യും. സോ ഡോണ്ട് എവർ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദാറ്റ്. ഓ അതെനിക്ക് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോവുക. ആൻഡ് വർക്ക് ഹാർഡ് ആൻഡ് ബി സിൻസിയർ ടു യുവർ പാഷൻ. ഡോണ്ട് ലൂസ് ദിസ് പാഷൻ ഫ്രം യുവർ മൈൻഡ്. ഇതിനകത്ത് വളരെ സ്ട്രഗിൾ ഉണ്ടായിരിക്കും, നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരിക്കും, കണ്ടവൻ്റെ ചീത്ത കേൾക്കേണ്ടി വരിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ട് സഹിച്ചിട്ട് നിങ്ങളുടെ എല്ലാം എയിം എന്തായിരിക്കണം? ഒരു ഡയറക്ടർ ആവാൻ പോകുന്ന ആളുടെ അസോസിയേറ്റ് കാർഡ് കിട്ടിയാലും നാനയിൽ ഫോട്ടോ വന്നാലും അതൊന്നും നോക്കണ്ട, അതൊന്നുമല്ല. യു ഷുഡ് ബി ജസ്റ്റ് എയിമിങ് ഫോർ ദാറ്റ് ലാസ്റ്റ് കാർഡ്. നമുക്കിഷ്ടമുള്ളിടത്ത് ആ കാർഡ് ഇടാൻ പറ്റും. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, ദാറ്റ് ഈസ് യുവർ നെയിം. ദാറ്റ് ഷുഡ് ബി യുവർ നെയിം. സോ ഈ ചെറിയ ചെറിയ ഫെയിമുകൾക്ക് വേണ്ടി പറയാൻ നടക്കരുത്. ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. യുവർ നെയിം കംസ്, മാസികയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ടു സന്തോഷിച്ചു വിടൂ. ബിക്കോസ് യു ആർ എയിമിങ് ഫോർ എ ബിഗർ തിങ്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും അവർ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലൊന്നും വീഴാതെ എപ്പോഴും എയിം ഫോർ ബിഗ് തിങ്സ്. വാച്ച് ലോട്ട് ഓഫ് ഫിലിംസ്, അപ്ഡേറ്റ് വിത്ത് ദിസ് വാട്ട്സ് ടെക്നോളജി ഗോയിങ്, ആൻഡ് യു ഗോട്ട് ദീസ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ടേഴ്സ് ഔട്ട് ഹിയർ. മേക്ക് യൂസ് ഓഫ് ദം. ആൻഡ് വിത്ത് ദാറ്റ് നോട്ട്, I thank you all for calling me out here and giving me an opportunity to address you all. And I wish all the best to this new batch. And that Vidyarambam, Hari Srivaranjitanga Thodangiyekka. Wish you all the best and do well in success. Jai Hind.